PSC ഓഫീസുമായി അടുത്ത ബന്ധമുണ്ടെന്ന ഉദ്യോഗാർത്ഥികളെയും രക്ഷിതാക്കളെയും വിശ്വസിപ്പിച്ചാണ് ഈ ജോലി തട്ടിപ്പ് റാക്കറ്റ് ഇടപാടുകൾ നടത്തിയത്. PSC ഓഫീസിലെ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാണ് അഗസ്റ്റിൻ എന്നയാൾ ഉദ്യോഗാർത്ഥികളും രക്ഷിതാക്കളുമായി ആശയവിനിമയം നടത്തിയത്. അഗസ്റ്റിന് ജോലിക്കായി പണം നൽകിയ എലപ്പാറയിലെ രക്ഷിതാവുമായുള്ള ഫോൺ സംഭാഷണം മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നു. മനസ്സിലായി സാറേ. PSC ഇപ്പൊ എന്നെ അഖിൽ വിളിച്ചിരുന്നേ, എന്തോ ഡേറ്റ് മാറ്റി വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അഖിലിനോട് പറഞ്ഞു ഞാൻ വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. മാറ്റാൻ യാതൊരു നിർവാഹമില്ല എന്ന് വെച്ചാൽ ഫിനാൻസ് കമ്മിറ്റി അപ്രൂവൽ കിട്ടിയ സാധനമാണേ. അപ്പൊ അത് മാറ്റി വെക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്ന് വിളിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് അവിടേക്ക് വിളിച്ചിരുന്നു. അപ്പൊ ഇത് കേസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഒരു സജീവ് കുമാറാണ് ആയിഷിന്റെ. ഞാൻ ചോദിച്ചാൽ എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു സാർ അത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റിയതാണ്. നമുക്കിവിടെ മെസ്സേജിൽ വന്നത് 13th സിസ്റ്റത്തിൽ അപ്രൂവൽ കിടക്കുന്നത് 23rd പറഞ്ഞു. ഹലോ സാർ, ഇത് വെന്നിയുടെ അഖിലിന്റെ അമ്മ തന്നെയാണേ. ഉണ്ടായിരുന്ന സ്വർണ്ണം എല്ലാം പണയം വെച്ച് കടം വെച്ച് ഞങ്ങൾ ഈ പൈസ തന്നേക്കുന്നത്. ഞങ്ങൾക്ക് ഇനി ഇത് വേണ്ടെന്ന് ഞാൻ അന്നേരം അടിച്ചു പറഞ്ഞു. വേണ്ട എന്നാ സാർ എന്നോട്ട് പറഞ്ഞേക്കുന്ന ജോലി ഞങ്ങൾക്ക് ഇനി ജോലിയോട് താല്പര്യമില്ല സാറേ. ആ ചെറുക്കന് വേണ്ട, ചെറുക്കൻ കരച്ചിലും ബഹളവാ. മറ്റേ ആ ശ്രീചിത്രയുടെ കാര്യം ഞങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ അവരെല്ലാവരും അവർ അച്ഛനൊക്കെ ഇടപെട്ടേക്കുന്ന ജോലിയാണ്. ആ പിള്ളേർക്ക് അച്ഛൻ പറഞ്ഞിട്ട് ആ ജോലി ഞങ്ങൾ ശ്രീചിത്രയിലാക്കിയത്. അവർ ചാനലുകാരെ അറിയിക്കുന്ന ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ടിരിക്കുക. സാറേ, ശ്രീചിത്രയും PSC ആയിട്ട് ബന്ധമില്ലെങ്കിൽ ഇതെല്ലാം രാജേഷിന്റെ കെയറോപ്പി വന്നേക്കുന്ന കേസുകളാണ്. ഇതെല്ലാം ഞങ്ങൾക്ക് വിശ്വാസമേ ഇല്ല സാറേ. സാറ് 13-ാം തീയതി പറഞ്ഞു, കഴിഞ്ഞ മാസം പറഞ്ഞു 13-ാം തീയതി ഉറപ്പായിട്ട് നീ ജോയിൻ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴും പറയുന്നതാണ് 23 ഈ ഡേറ്റ് മിസ്റ്റേക്ക് വന്നാണ്. 13 എന്നുള്ളത് 23 അവിടെ വന്ന് കിടക്കുന്ന ഡേറ്റ് സിസ്റ്റത്തില് ഫിനാൻസ് കമ്മിറ്റി അപ്രൂവൽ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ല, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ല. അതുകൊണ്ട് പോലും പറയാൻ പറ്റില്ല സാറിൻ്റെ അടുത്ത്.